നമുക്കിന്ന് ഒരു മലബാർ നാടൻ പലഹാരമായ ചെമ്മീൻ ഉണ്ടപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിനി ഒന്ന് പാത്രം തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ വേവിച്ചതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എരിവ് ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിടണം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാൻ ചെറുതായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീരെ ചെറിയ ചെമ്മീനാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മാവ് ഒന്ന് വാട്ടിയെടുക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി ഈ മാവ് ഒന്ന് ചെറുതായിട്ട് ചൂടാറാൻ വെക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും 1 നുള്ളി പെരിഞ്ചീരകവും കൂടെ ചതച്ച് ഇടാൻ പോവാണ്. അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇനി അത് കുഴച്ചെടുത്തിട്ട് അത് ബോളുകളാക്കി അതൊന്ന് പരത്തി എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഫില്ലിങ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് അടച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അല്പം കട്ടിക്ക് പരത്തുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങയിലിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കാം. തേങ്ങ ചിരവയിലിട്ട് നല്ലപോലെ ഉരുട്ടിയിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ഫില്ലിങ് ഇതുപോലെ തന്നെ ഇതിൽ നിറച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഐഡിയ അനുസരിച്ച് ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വരുത്തി മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഈ മസാല ഉണ്ടാക്കുമ്പോൾ ചെമ്മീന് പകരം നമുക്ക് നല്ല ദശക്കട്ടിയുള്ള മീനും ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം നമ്മുടെ എല്ലാ ചെമ്മീൻ ഉണ്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ഇഡ്ഡലി കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഓരോന്നായി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് വാട്ടിയ മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ 1 കപ്പ് മാവിൽ നിന്ന് ഏകദേശം 8-10 ചെമ്മീനുണ്ട വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം, ഒരു മീഡിയം സൈസിലുള്ള. ഇനി നമുക്ക് സ്റ്റീം വരുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഒന്ന് ഗ്യാസ് ഓഫ് ആക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഉണ്ടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് സാധാരണ ഇഫ്താറിനും അതുപോലെ ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.